പെരുന്നാൾ ദിവസം കേട്ടോ രാവിലെ അരമണിക്കൂറായി താമരശ്ശേരി ചുരം ബ്ലോക്ക്. ഈ ഒരവസ്ഥ എന്ന് തീരും? എത്ര സമയം? അരമണിക്കൂറായില്ലേ? 20 മിനിറ്റില്ല. ഇങ്ങോട്ട് വേറെ വണ്ടി വരുന്നില്ലല്ലോ. ലോറി കൂടി കിടക്കല്ലേ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസാബ് സലീം സക്കറിയ. ഇന്നലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ചുരത്തിൽ വന്ന ബ്ലോക്കാണിത്. രാവിലെ 5 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എടുത്ത KSRTC 8:15 മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തേണ്ട KSRTC ബസ് 8:15 താമരശ്ശേരി എത്തിയിട്ടുള്ളൂ. ആ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. ഇത് ഫുൾ ടൈം ഇതേപോലെയാണ് വയനാട് ചുരം. മണിക്കൂറുകളോളം 5-6 മണിക്കൂറൊക്കെ ബ്ലോക്കാണ്. ചുരത്തിൻ്റെ അവസ്ഥ അതാ. മണ്ണിടിച്ചിലും ചുരം വളവ് തിരിവ് ലോറി മറിയൽ എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടാവും. വലിയ പ്രയാസമാണ്, എല്ലാവരും അനുഭവിച്ചാണ്. അപ്പോൾ ഈ വയനാട് ചുരത്തിൻ്റെ ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി നിരവധി സംവിധാനങ്ങൾ നോക്കിയിട്ടുണ്ട്. ഒക്കെ വയനാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തട്ടിമാറ്റി പോകാനുണ്ടായത്. ഒടുവിൽ കേന്ദ്രത്തിൽ നിന്നും അന്വേഷണ സംഘം വന്ന് അത് മാസങ്ങളോളം അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠനം നടത്തി അവസാനം ആ പഠന റിപ്പോർട്ട് വന്നത് ഇരട്ട തുരങ്കപാത അനക്കാംപൊയിൽ മുതൽ മേപ്പാടി കണ്ണാടി വരെയുള്ള ദൂരം 8 കിലോമീറ്റർ വലിയ പ്രശ്നം പാരിസ്ഥിതിക്ക് സംഭവിക്കില്ല എന്ന റിപ്പോർട്ട് നൽകിയതിന് ശേഷമാണ് ഇത് തുടക്കം കുറിച്ചത്. അങ്ങനെ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. ചുരം ബ്ലോക്കിനേക്കാളും വലിയൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞ പോലെ. എത്രയോ കാലമായി വയനാട് ചുരത്തിൻ്റെ ഈ ബ്ലോക്ക്. വയനാടിൻ്റെ ഈ ഒരു അവസ്ഥ വളരെ പിന്നോക്കത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് തന്നെയാണ്. കാരണം അന്യ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കർണാടക, മൈസൂർ, ബാംഗ്ലൂർ പോക്കുവരവ്, അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ കോഴിക്കോട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല. അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് വലിയ ആശുപത്രിയിലേക്ക് വരികയാണെങ്കിൽ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ഗൾഫിലേക്ക് പോകുന്നൊരു പ്രവാസിയാണെങ്കിൽ പോലും ചുരം 6 മണിക്കൂർ ബ്ലോക്ക് ആയാലും അദ്ദേഹത്തിൻ്റെ കാര്യം അതും മുടങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വയനാട് ചുരം, വയനാട്ടുകാരൻ്റെ അവസ്ഥ. എനിക്ക് തോന്നുന്നത് വയനാട് ചുരത്തിൽ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയിട്ട് കറക്റ്റ് ടൈമിൽ എത്താത്തത് കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മരണം വരെ സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, പഠന റിപ്പോർട്ട് വരെ വന്നിട്ട് ഇത് ബ്ലോക്കായി എന്ന് അറിയുമ്പോൾ വയനാട്ടുകാരനായ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ആ ഒരു സങ്കടം ഇവിടെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.